നമ്മുടെ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ ഈ കഴിവുകളെ വിലപ്പെടുത്തി അദ്ദേഹത്തിന് ഉടൻ തന്നെ ഒരു പത്മശ്രീയോ പത്മഭൂഷണോ നൽകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഗവൺമെന്റ് ഭാരവാഹികളോട് അഭ്യർത്ഥിച്ചിരുന്നു. അതിന് നാമെല്ലാം വളരെ വളരെ സന്തുഷ്ടരായിരിക്കും. അദ്ദേഹത്തിന്റെ ബ്രോഷറിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഡാൻസ് പഠിക്കുവാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് എന്ത് സഹായവും ചെയ്തു കൊടുക്കുന്നതാണ്. സാധാരണ ഈ ഡാൻസ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും പഠിക്കാൻ പോകില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പണം ചെലവഴിയും, അതേപോലെ തന്നെ രക്ഷിതാക്കന്മാരുടെ സമയവും ചെലവഴിയും. നമ്മളിപ്പോ ഈ യൂത്ത് ഫെസ്റ്റിവൽ അതേപോലെ ഈ യുവജനോത്സവം മുതലായവർ കാണാറുണ്ട്. രക്ഷിതാക്കന്മാര് അഹോരാത്രം ഈ പ്രോഗ്രാം 7 മണിക്ക് ഫിക്സ് ചെയ്തിട്ട് രാത്രി കുട്ടികളൊക്കെ കിടന്ന് ഉറങ്ങി 12, 1 മണിയൊക്കെ ആയിരിക്കും അവർക്ക് ഈ സ്റ്റേജിൽ വരാൻ ചാൻസ് കിട്ടുക. അപ്പോ രക്ഷിതാക്കന്മാരും അതേപോലെ വളരെയധികം കഷ്ടപ്പെടണം, പണം ചെലവഴിക്കണം, ഒരുപാട് പൈസക്കാരായിരിക്കണം. ഇതിനെല്ലാം ഒരു മറുപടിയായി മിസ്റ്റർ ഹരിദാസ് അവர்கள் മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഈ ഡാൻസ് താല്പര്യമുള്ള എല്ലാവർക്കും അദ്ദേഹം ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് അദ്ദേഹത്തിനോട് നിങ്ങളുടെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഈ 34 വർഷത്തെ സർവീസിൽ അദ്ദേഹം ഒരുപടി ശിഷ്യ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു അതിശയോക്തിയാവില്ല. പിന്നെ നൃത്തത്തിൽ 30 അദ്ദേഹത്തിന് ധർമ്മത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും മിസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത്. നൃത്തത്തിൽ 30 വർഷത്തെ പരിചയവും ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ബോംബെ നളന്ദ സർവകലാ ശാസ്ത്ര ആർട്സ് കോളേജിൽ നിന്ന് ഭരതനാട്യത്തിൽ 2ാം റാങ്കോടുകൂടി ബിരുദം നേടി പാലക്കാട് ഇപ്പോൾ അമൃത വിദ്യാലയത്തിൽ അധ്യാപികയായി അവർ സേവനം നടത്തുന്നു. കലാസകൻ ഗുരുമണിയുടെ മകളായ ഗീത നൃത്ത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു സ്ത്രീയാണ്. ആ പാരമ്പര്യം എന്നും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. സകല ഐശ്വര്യങ്ങളും അഭീഷ്ടങ്ങളും അവർക്ക് ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കുകൊണ്ട് ഇവിടെ നമുക്ക് ഈ ഗംഭീരമായിട്ടുള്ള ഒരു അരങ്ങേറ്റം എന്ന് പറഞ്ഞാല് ഇപ്പോ 2 or 3 കൊല്ലം ഡാൻസോ പാട്ടോ പഠിച്ച് ഒരു ക്ഷേത്രത്തിൽ പോയി അവിടെ ഒരു ആദ്യമായിട്ടൊരു ഡാൻസ് കളിക്കുക, അത് അരങ്ങേറ്റം. അതല്ല, ഈ 2 കുട്ടികളും അദ്ദേഹത്തിന്റെ സീനിയർ മോസ്റ്റ് സ്റ്റുഡൻസ് ആണ്. നിയർലി 8 years അവർ പഠിച്ചിട്ട് വളരെ കഠിനാധ്വാനം ചെയ്തിട്ട് നമ്മളിപ്പോ ഈ കുറെ വലിയ വലിയ ഡാൻസ് പെർഫോമൻസ് കണ്ടു. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മുടെ ലോക്കൽ ടാലൻസിനെ നമ്മൾ എൻകറേജ് ചെയ്തിട്ട് അവരിൽ നിന്നും നല്ലവരെ കണ്ടുപിടിക്കാതാണ് നല്ലത്. ഇത് 8 കൊല്ലം പഠിക്കാന്ന് പറഞ്ഞാല് ഒരു വിദ്യാർത്ഥിക്ക് സ്കൂൾ പഠിപ്പ് വേണം, അതോടൊപ്പം ട്യൂഷൻസ് വേണം, എൻട്രൻസ് എക്സാമിന് പഠിക്കണം, ഡാൻസിന് പോകണം. ഇതെല്ലാം കൂടി ആകുമ്പോഴേക്കും വളരെ വളരെ കഷ്ടമുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ ഈ കുട്ടികൾ